നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒത്തിരി നാൾ കൂടി കുർത്തി കാണിക്കാം. കുർത്തി, ബെഡ്ഷീറ്റ്സ്, പിന്നെ കുറച്ച് സാരിയുടെ പ്രേക്ഷകർ എനിക്ക് ഒത്തിരി കൂടുതലാണ്. അപ്പോൾ അവരെ നിരാശപ്പെടുത്താൻ കഴിയില്ലാത്തതുകൊണ്ട് ഒരു ദിവസം അതിനു വേണ്ടി മാത്രം കുറച്ച് സാരി. മെയിൻ ഇന്ന് കുർത്തിയാണ് ഇന്നത്തെ താരം. ഇത് ഇസബല്ലയുടെ ഓൺ കുർത്തിയാണ്. ഞാൻ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയുകയാണ്, ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ്, നമ്മുടെ ഓൺ യൂണിറ്റിൽ ചെയ്ത കുർത്തിയാണ്. ഓൺ ഡിസൈൻ എല്ലാം. ഈ കുർത്തി നിങ്ങൾക്ക് ലോകത്തെവിടെയും കിട്ടില്ല. ഇപ്പോൾ ഇസബല്ലയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ആ കാറ്റഗറിപ്പെട്ട കുർത്തിയാണ്. ഇതിനകത്ത് ഇപ്പോൾ കുറേ മോഡൽസ് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് കൂടുതൽ എണ്ണമെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഈ മോഡലൊക്കെ നമ്മളിപ്പോൾ ഇനിയിപ്പം അവധിക്കാലം വരാൻ പോകുന്നത് അല്ലേ. ഇഷ്ടംപോലെ യാത്രകളുണ്ട്, ട്രിപ്പുകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് ധാരാളം അല്ലേ. അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് ഇപ്പം ഒത്തിരി ആൾക്കാർ ഫ്രോക്ക് അങ്ങനത്തെ മോഡലുകളൊക്കെയാണ് ഇടുന്നത്. കുർത്തി ഇടുന്നവർക്ക് വേണ്ടി തീരെ അപ്പം നമുക്കൊരു സ്പെഷ്യൽ ആണല്ലോ. എൻ്റെ ട്രിപ്പാന്ന് പറഞ്ഞാലും എവിടെ പോകുന്നെന്ന് പറഞ്ഞാലും ലേഡീസ് ഒരുങ്ങുന്ന കാര്യത്തിൽ ഒരു ചിന്തയിടും. അല്ലാതെ കിട്ടുന്നത് ഏതെങ്കിലും ഇട്ട് പോകുന്നത് ആണുങ്ങളെപ്പോലെ നമ്മളങ്ങനെ പോകത്തില്ലല്ലോ, പോവില്ല. അപ്പം എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നല്ല കംഫർട്ടായിരിക്കണം, എന്നാൽ തീരെ അങ്ങ് കാഷ്വലായി പോവുകയും ചെയ്യരുത്. അങ്ങനെ ഒരു കാറ്റഗറി എന്നുള്ള രീതിക്കാണ് ഇതിനകത്തെ കുറച്ച് കുർത്തികൾ നിങ്ങൾക്ക് ഫങ്ഷൻ വെയറായിട്ട് വേണമെങ്കിലും സെമി ഫങ്ഷൻ വെയറായിട്ട് വേണമെങ്കിലും ഇടാം. നല്ല ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ എന്നെപ്പോലെയുള്ള ബോഡിക്ക് സുഖം നോക്കുന്ന ആൾക്കാർക്ക്, അതായത് ശരീരത്തിന് നല്ല കംഫർട്ടായിട്ട് നിൽക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റുന്ന നല്ല കാറ്റഗറിപ്പെട്ട കുർത്തിയാണ്. ഇതിപ്പോൾ ആദ്യത്തെ കുർത്തി എന്ന് പറയുന്നത് ആദ്യത്തെ കുർത്തി ഇതാണ്. ഇതിങ്ങനെ ഒരു ജാക്കറ്റ് മോഡലാണ്. ഇത് തന്നെ ചെയ്തിരിക്കുന്ന ജാക്കറ്റാണ്, സ്ലിറ്റഡ് ആണ്. ഇതുണ്ട്, ഇതൊരു സെമി ഫങ്ഷൻ വെയർ ആയിട്ടിരിക്കുന്നത്. സൈഡിൽ ഇത് വന്നിട്ട് അജ്രക്ക, സൈഡിൽ ഈ സൈഡും ബാക്കും ഈ അജ്രക്കിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നടുക്ക് വേറൊരു മെറ്റീരിയൽ വെച്ച് ഒരു ജാക്കറ്റ് ഫീൽ ഉണ്ടാക്കുന്ന രീതിക്കുള്ള ഒരു കുർത്തിയായത്. ഇത് വന്നിട്ട് അജ്രക്ക് എന്ന് പറഞ്ഞാൽ പ്യുവർ അജ്രക്കാണ്. പ്യുവർ ഹാൻഡ് ബ്ലോക്ക് നാച്ചുറൽ ഡൈ, പ്യുവർ ഹാൻഡ് ബ്ലോക്ക് വിത്ത് നാച്ചുറൽ ഡൈ. അത് ആ അജ്രക്കാണ്, അല്ലാതെ വെറും കോട്ടണിൽ അജ്രക്കിൻ്റെ പ്രിൻ്റ് വരുന്ന ഒരു ഇതല്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് വരുമ്പം അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചാടിക്കയറി കണ്ടാൽ ഇത് കുർത്തി കണ്ടാൽ നമുക്ക് തോന്നും നമുക്ക് മെഷീൻ വാഷൊക്കെ പറ്റുമെന്ന്. പറ്റത്തില്ല. ഇത് മിനിമം ഫസ്റ്റ് വാഷ് എങ്കിലും ഡ്രൈ വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഷാമ്പൂ വാഷേ പാടുള്ളൂ. ഒരു കാരണവശാലും മെഷീൻ വാഷ് ചെയ്യരുത്. ഇതിൻ്റെ അകത്തെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു സെമി സിൽക്ക്, ബദ്രി സിൽക്ക്, നമ്മുടെ വിചിത്ര സിൽക്കിൻ്റെ ഒക്കെ ഒരു കാറ്റഗറി പെട്ടതാണ് ബദ്രി സിൽക്ക് എന്ന് പറയുന്നത്. ബദ്രി സിൽക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് അകത്തെ ഒരു പാർട്ട് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇത് കണ്ടോ, സ്ലിറ്റഡ് ആണ്, രണ്ട് സൈഡും സ്ലിറ്റഡ് ആണ്. 46 ഇഞ്ച് ലെങ്ത് ഉണ്ട്. സ്ലീവ് ഇപ്പോൾ ഇത് ഏകദേശം ഫുൾ സ്ലീവ് പോലെ, ഫുള്ളെന്ന് പറഞ്ഞാൽ ഒരു ഇത്രയും വരെ വരും. എന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുന്നത് പട്ട അല്ലെങ്കിൽ പടി എന്ന് പറഞ്ഞ സാധനം ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ സ്ലീവ് ഇഷ്ടമില്ലാത്തവർ കട്ട് ചെയ്ത് കളയുക. ഫുൾ സ്ലീവ് എന്ന് പറഞ്ഞാൽ ഫുൾ സ്ലീവ് അല്ല, ഒരു അത്യാവശ്യം ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് അത് ഇത്രയും വരും. ഇത്രയുമായിട്ടാണ് ഇതിൻ്റെ സ്ലീവ് നിൽക്കുന്നത് കണ്ടോ. ഫുള്ള് വരത്തില്ല, അതൊരു ഭംഗിയാണ്. ഒട്ടും അതായത് ഫുൾ സ്ലീവ് ഇടുകയല്ലാത്ത ധാരാളം ആൾക്കാർക്കുണ്ട്. അവരെ കൊണ്ട് വിഷമിക്കണ്ട. ഫുള്ളാക്കിയിട്ടില്ല, കുറച്ച് ഫുള്ളാക്കിയിട്ടേ. പിന്നെ എന്താ ഇതിനെപ്പറ്റി പറയാൻ, പിന്നെന്താ, അത്രയൊക്കെ. സൈഡ് സ്ലിറ്റാണ്, ലൈനിങ് ഇല്ല കേട്ടോ. സൈസ് M2XXL, മീഡിയം, ലാർജ്, XL, XXL. അതിനകത്ത് പറയാനുള്ളത് ഇത് നമ്മൾ ഒരു പൊട്ടിക്ക് സൈസ് കൂട്ടിയിട്ടാണ്, നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ഒട്ടും പിശുക്കി അങ്ങനെയല്ല, ഒരു പക്ക റെഡിമെയ്ഡ് സ്റ്റിച്ചിങ് പോലെ അല്ല ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കുർത്തി നമ്മൾ പേഴ്സണലൈസ് ചെയ്ത് അല്ലെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിക്കുമ്പോൾ ചെയ്യുന്ന അതേ രീതിക്ക് തന്നെയാണ് ഞങ്ങൾ ഓരോ കുർത്തിയും ചെയ്തിരിക്കുന്നത്. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണ്, ഇതിൻ്റെ ഹോൾസെയിൽ അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്താൽ മതി ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ. പിന്നെ ഷോപ്പിൽ ഇതെല്ലാം ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഞാൻ പറയാൻ വന്നത് എന്നാന്ന് മറന്നുപോയി. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു പടി പോലെ വെച്ചിട്ടാണ് ഇത് കണ്ടോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതെന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഇതിൽ ആ ഒരു ജാക്കറ്റ് കിടക്കേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ആ ഒരു അകത്തെ ഒരു സിൽക്കിൻ്റെ ഒരു
പാച്ചെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വരുമ്പോൾ അതൊരു പാർട്ടി ലുക്ക്, അതൊരു അതിൻ്റെ ആ ഒരു ലൈറ്റ് ഇതുപോലെ ഒരു ഇത്. മഞ്ജു വാര്യർ, നമ്മളുടെ പ്രിയപ്പെട്ട, എൻ്റെയൊക്കെ പ്രിയപ്പെട്ട ചക്കര നടി മഞ്ജു വാര്യർ ഈയിടെ ഒരു ഫങ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. ഇത് ഈ ഒരു ഷെയ്ഡാണ്, അതിൻ്റെ വേറൊരെണ്ണം നല്ല രസം. അത് പക്ഷേ സെപ്പറേറ്റ് ജാക്കറ്റായിട്ട് കയറ്റിയിട്ടാണ്. ഇത് നമ്മൾ അങ്ങനെയല്ല ചെയ്യിച്ചിരിക്കുന്നത്, ഇത് തന്നെയാണ് ചെയ്യിച്ചിരിക്കുന്നത്. അതാണ് ഇതിനെ പറയാൻ. സൈസ് കൂടുതൽ, ഒരു പൊടിക്ക് സൈസ് കൂടുതലുണ്ട്. അപ്പം ഇപ്പം ഇത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ 4 സൈസിലാണ് ഉള്ളത്. അതിനകത്ത് ഡബിൾ എക്സൽ കഴിഞ്ഞിട്ട് ട്രിപ്പിൾ എക്സലിൻ്റെ വലിയ വണ്ണമില്ലാത്തവർ, ഡബിൾ എക്സൽ കഴിഞ്ഞ് ഇച്ചിരിയും കൂടെ വണ്ണം ഉള്ളവർക്കും ഇത് പറ്റും. കാരണം എന്നാന്ന് ചോദിച്ചാൽ അത്യാവശ്യം സൈസുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് എക്സൽ സൈസാണ്, അത്യാവശ്യം നല്ല സൈസുണ്ട്. എക്സൽ, പക്ക എക്സൽ ഉള്ളവർ, എക്സലും ലാർജിനും എക്സലിനും ഇടയ്ക്കാണ് എൻ്റെ സൈസെന്ന് തോന്നുവാണ്, ലാർജ് എടുത്താലും മതിയാകും. ഞാൻ പറയുന്നത് കേട്ട് അതേപടി ചെയ്യണമെന്നില്ല. എപ്പോഴും അവനവൻ്റെ സൈസിനെ കഴിഞ്ഞ് വലുത് എടുക്കുന്നതായിരിക്കും നല്ലത്. ചെറുത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ. അതേസമയം വലുത്, അതായത് എക്സൽ ആണെങ്കിൽ എക്സൽ തന്നെ എടുത്തോ. ഞാനിങ്ങനെ പറഞ്ഞു, ചില സൈസ് ഒരു പൊടിക്ക് കൂടുതലുണ്ട്, അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വരും. പിന്നെ എനിക്ക് നേരത്തെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, റെഡിമെയ്ഡ് കുർത്തികൾ എല്ലാം റെഡിമെയ്ഡ് കുർത്തിയായിട്ട് ആദ്യമായിട്ട് എടുക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം. ഒരു പുള്ളിക്കാരത്തി അന്ന് എനിക്ക് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ചേച്ചി ഇതെനിക്ക് ഇച്ചിരി ലൂസാണ്, എനിക്ക് ഓൾട്ടർ ചെയ്യാനൊന്നും പോകാനൊന്നും പറ്റില്ല, ഇങ്ങനെയാന്നൊക്കെ. എന്ന് ചോദിച്ചാൽ അതേ ഭാഗത്തിന് കിട്ടില്ല. നമ്മൾ തുണിയെടുത്ത് തയ്ക്കുന്ന പോലെ ഒരിക്കലും കിട്ടില്ല. ചിലർക്ക് ഓൾട്ടർ ചെയ്യേണ്ടി വരും. അത് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പിന്നെന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഇത് ചിലപ്പോൾ സൈഡൊന്ന് ഷേപ്പ് ചെയ്യേണ്ടി വരും, ചിലർക്ക് പാകമായി. ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് ദൈവം ത്തിനോട് പറയും, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, അതേപടി എടുത്തിട്ടതാണ്. എൻ്റെ എക്സൽ സൈസ് ഒരു വകയും എനിക്ക് ചുമ്മാ എടുത്തിട്ടതാണ്. എൻ്റെ സ്വഭാവം എല്ലാം അങ്ങനെയാണ്. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഓൾട്ടർ ചെയ്തൊക്കെ ഉള്ളൂ, തോന്നിയാലേ ഓൾട്ടർ ചെയ്യണമെന്നൊക്കെ അന്നേരമൊക്കെ അതൊക്കെ ഒരു മൂടാണ്, അതൊക്കെ അങ്ങനെയൊക്കെയാണേ. അപ്പോൾ ഇത് ഫസ്റ്റ് ഇങ്ങനെ ആദ്യത്തേത് പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് അജ്രക്കിൻ്റെ. അതിൻ്റെ അടുത്തത് ഇത്. നെക്സ്റ്റ് ഇതെല്ലാം ഒരേ സൈസല്ല കേട്ടോ, പലതും പല സൈസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ സെയിം, വ്യത്യാസമൊന്നുമില്ല. ഏക വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ കളറിൽ മാത്രം. ബാക്കിയെല്ലാം ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞല്ലോ, ബാക്കിയെല്ലാം സെയിമാണ്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ഇതാണ് സൈസ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ, ഇങ്ങനെ നടക്കുമ്പോൾ ഇത് ഇച്ചിരി ഇങ്ങനെ വരുമ്പോൾ ആ ഒരു സിൽക്കിൻ്റെ ആ ഒരു ഫീല് തരുമ്പോൾ നമുക്കൊരു ഫങ്ഷൻ വെയറായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്കൊരുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഷോൾ ഇടണ്ടാത്തവർക്ക് അത് കംഫർട്ടാണ്. ഷോൾ ഇടേണ്ട ആവശ്യം ഇല്ല, ഷോൾ ഇടേണ്ടവർക്ക് ഇടാം. ഡാർക്ക് മെറൂണിൻ്റെ ഒക്കെ ഷോൾ ഇടണമെങ്കിൽ ഇടാം. ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന അതേ മോഡലേ. കലങ്കാരി ഇതിനകത്തുണ്ടോ? ഇത് സെയിം ഒന്നുമില്ല, സെയിമാണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. നല്ല കോട്ടൻ്റെ കോട്ടൺ അല്ല, റയോണിൻ്റെ കൂടിയ മെറ്റീരിയലാണ് ഇത്. കോട്ടൺ അല്ല കേട്ടോ, നല്ല ഗേജ് കൂടിയ റയോണിൻ്റെ മെറ്റീരിയലാണ്. ഇങ്ങനെ തളാന്ന് കിടക്കുന്ന റയോണല്ല, നല്ല അത്യാവശ്യം നല്ലപോലെ നിൽക്കുന്ന റയോണിൻ്റെ മെറ്റീരിയലാണ്. പിന്നെ ഇവിടെ ഒരു മിറർ വർക്ക് ചെയ്തിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ആർഭാടെന്ന് പറയും. ബാക്കിയെല്ലാം സിമ്പിളാണ്, പക്ഷേ നല്ലൊരു അട്രാക്ഷനുണ്ട്. നല്ലൊരു ലൈനിങ് ഇല്ല കേട്ടോ, അതിന് ലൈനിങ് ഇടേണ്ട ആവശ്യമില്ല. അത് ഇപ്പോൾ ഒന്നാമത്തെ എക്സ്ട്രാ ജാക്കറ്റ് പോലെ പിടിച്ച് അതിന് ലൈനിങ് ഇല്ല, ഇതിന് ലൈനിങ് ഇല്ല. ലൈനിങ് ഇടേണ്ട ആവശ്യമില്ല, ലൈനിങ് ഇടാത്തത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല. ലൈനിങ് ഇടാത്തതാണ് കംഫർട്ട്. ലൈനിങ് ഇട്ടാൽ ഓവറായിട്ട് വണ്ണം കൂടുതൽ തോന്നിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. ഇതിൻ്റെ ഫുൾ സ്ലീവ് അല്ല, 3/4 സ്ലീവാണേ ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഇങ്ങനെ അങ്ങ് വിശദീകരിച്ച് പറയാത്തത്. ഇതിൻ്റെ 2 ഉള്ളോ? ബ്ലാക്ക് ഇല്ലേ? കലങ്കാരി ഇല്ല അല്ലേ? ഇല്ല, ബ്ലാക്ക് ഓൺലൈനിൽ കാണിക്കാനില്ല, നമുക്ക് ഷോപ്പിൽ വെക്കാനുള്ളതേ ഉള്ളൂ. അടുത്ത് കലങ്കാരി, എല്ലാവരുടെയും ഫേവററ്റാണ് കലങ്കാരി. ഞാൻ നേരത്തെ കലങ്കാരി കാണിച്ചപ്പോഴെല്ലാം എല്ലാവരും ആവശ്യക്കാരെ കിട്ടാത്തവരേ ഉള്ളായിരുന്നു. അതുപോലെ ആൾക്കാർ എന്നും എവർഗ്രീൻ എന്ന് പറയുന്നത് പോലെ ഒരു എന്നാ പറയുന്നത്, വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ലുക്ക് തരുന്നവരായി. എല്ലാത്തിനും 46 ഇഞ്ച് ലെങ്ത് ആട്ടോ, 46 ഇഞ്ച് ലെങ്ത്. സൈഡ് സ്ലിറ്റഡ് ആണ്, അംബ്രല ഇല്ല ഒന്നുപോലും. ഞാൻ ഈ കാണിക്കുന്ന ഫുള്ളും അങ്ങനെയാണ്. ഇതിൻ്റെ 3/4 സ്ലീവ്. നെക്ക് ഞാൻ ഇട്ടേക്കുന്ന സെയിം നെക്ക്, വി നെക്ക്. ഇത് തന്നെയാണ് പാറ്റേൺ. കലങ്കാരി ആയെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. കലങ്കാരി നിങ്ങൾക്കറിയാമല്ലോ, കലങ്കാരി നമുക്ക് അപരിചിതമായിട്ടുള്ളൊരു മെറ്റീരിയൽ അല്ലല്ലോ. അപ്പോൾ കലങ്കാരിയെ പറ്റി പ്രത്യേകിച്ച് ഞാനൊന്നും പറയണ്ട.
ഡ്രൈ വാഷ് ചെയ്യുന്നതായിരിക്കാം ഫസ്റ്റ് വാഷ് നല്ലത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഷാംപൂ വാഷ് ചെയ്യുക. അതും അല്ലെങ്കിൽ നമ്മൾ കളർ ഗാർഡ് വാങ്ങിച്ചിട്ട് അതിനകത്തൊന്ന് മുക്കിയിട്ട് പിന്നെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചെയ്തു. കാരണം കലങ്കാരി എന്ന് പറയുന്ന മെറ്റീരിയൽ എവിടെ നിന്ന് എടുത്താലും ഏതെടുത്താലും നമുക്ക് ഇച്ചിരി കളർ വരും. അത് അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ലെയർ പോകുന്നതാണ്. നല്ല പ്യോർ കോട്ടൺ അല്ലേ. അടുത്തത് ഇതിപ്പം മെറൂൺ, ഇതിപ്പം വന്നിട്ട് റെഡിഷ് മെറൂൺ വന്നിട്ട് ഇങ്ങനെ നെക്കയിൽ ഇങ്ങനെ ഇതാണ് എൻ്റെ ഇത്. നല്ല ഡാർക്ക് മെറൂൺ ആണ് ഇതിനകത്ത് വരുന്നത്. 3/4 സ്ലീവ്, സ്ലിറ്റഡ് ആണ്, ലൈനിങ് ഇല്ല, 46 ഇഞ്ച് ലെങ്ത്, M2 XXL, മീഡിയം ലാർജ് XL XXL അതാണ് സൈസ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ഇത് മീഡിയത്തിൻ്റെയാണ്. ഇത് അതിൻ്റെ തന്നെ വേറൊരു കലങ്കാരിയുടെ, അത് സെയിം ഡിസൈനും കാര്യങ്ങളും എല്ലാം സെയിം, കളർ മാത്രം വ്യത്യാസം. ഡാർക്ക് മെറൂൺ ഉണ്ടോ. ഈ ഒരു ഡിസൈൻ വരുന്ന നെക്കയിൽ ലൈനിങ് ഇല്ല കേട്ടോ. ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ലൈനിങ് ഇടാത്തത്. അല്ലാതെ വെച്ചാൽ ഓവറായിട്ട് കട്ടിയും കനവും ആയി പോവും. ഒരു എന്നാ പറയുക, ശരീരത്തിന് നല്ല കംഫർട്ട് ഫീലിംഗ്. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും കലങ്കാരി യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ലൈനിങ് വെക്കണ്ടെന്ന് നമ്മളാക്കിയത്. ലൈനിങ് ഇടാത്തതാണ് ഞാൻ നോക്കിയിട്ട് എനിക്കൊരു സുഖം തോന്നുന്നു. ലൈനിങ് ഇട്ടെന്നും പറഞ്ഞൊരു പ്രത്യേകതയൊന്നും തോന്നത്തില്ല, കൂടുതൽ തോന്നത്തില്ല. കാരണം അത്യാവശ്യം നല്ല കട്ടിയുണ്ടല്ലോ കലങ്കാരിക്ക്. ഓവറായിപ്പോയി കഴിഞ്ഞാൽ ഒന്നാമത് ഇപ്പോൾ ചൂടും അങ്ങനത്തെ കാലാവസ്ഥയൊക്കെ ആകുമ്പോൾ കൊള്ളത്തുമില്ല. ആ ഒരു കാറ്റഗറി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സെമി ഫങ്ഷൻ വെയർ ആയിട്ടുള്ള കുർത്തിയാണ്. ഇത് കണ്ടോ, ഇത് ജോർജറ്റാണ്. നല്ല പ്യുവർ ജോർജറ്റിൽ തീർത്തിരിക്കുന്നതാണ്. നല്ല ഡാർക്ക് വയലറ്റ് കളർ, പർപ്പിളല്ല വയലറ്റ് കളർ കേട്ടോ. നല്ല ഡാർക്ക് കളറ്. നെക്കിങ്ങനെ വരും. ഇതിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ സ്ലീവിൽ ഈ ഒരു നിറച്ചു ഈ വർക്കാണ്. ഇപ്പോൾ ചെറിയ സൈസായിരിക്കും. എൽബോയുടെ തൊട്ട് നിൽക്കുന്ന സ്ലീവാണ്. ആ സ്ലീവ് എന്നെ അങ്ങനെ ആക്കിയെന്ന് ചോദിച്ചാൽ ആ സ്ലീവ് അത്രയും വന്നാലേ നമുക്ക് ഈ ഒരു വർക്കിൻ്റെ ഭംഗി അങ്ങോട്ട് കിട്ടത്തുള്ളൂ. ഇങ്ങനെ താഴേക്ക് പോകുന്നതിലും നല്ലത് ഇവിടെ ഇങ്ങനെ ബോഡിയോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ലീവായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലീവാണ്. നിറച്ചും എംബ്രോയ്ഡറി വർക്കായി ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും. കയ്യിൽ ഉണ്ടാവും. അത് തന്നെ താഴെ ടോപ്പിൻ്റെ എൻഡിലും വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നിറച്ചും നല്ല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ്. മൾട്ടി കളറാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓർത്തതാണ് ഷോൾ എടുത്ത് കാണിക്കണമെന്ന്. മൾട്ടി കളർ ഷോൾ കുറേ ഇരിപ്പുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ വയലറ്റും ഇപ്പോൾ ഇതിൽ കൂടി ഇങ്ങനെ ഒരു പീച്ച് ഷെയ്ഡാണ് കൂടുതൽ എടുത്ത് പോകുന്നത്, പീച്ച ഗ്രീന്. അപ്പോൾ അങ്ങനെ വരുന്ന മൾട്ടി കളർ ഷോൾ നമുക്ക് മൾട്ടി കളർ അല്ലെങ്കിൽ ഡിസൈൻ നിറച്ചും എന്നാ പറയുന്നത് പ്രിൻറ്റഡ് ഷോൾ ഉണ്ടല്ലോ മൾട്ടി കളറായിട്ടുള്ള, അങ്ങനത്തെ ഷോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അങ്ങനത്തെ ഷോൾ വാങ്ങിച്ച് ഷോൾ ഇടുന്നവർക്ക് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പ്ലെയിൻ ഷോളിനെ കഴിഞ്ഞും കുറച്ചും കൂടെ ഇതിന് ഇത്രയും ഡിസൈൻ വരുന്നത് കൊണ്ട് അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ലൈനിങ് ഇട്ടിട്ടുണ്ട്. 46 ഇഞ്ച് ലെങ്ത്, പിന്നെ സ്ലിറ്റഡ് ആണ്, M2 XXL, വീനക്ക്. എത്രയല്ലേ ഉള്ളൂ പറയാൻ. ഇനി ബോട്ടിൽ ഗ്രീൻ നല്ല ബോട്ടിൽ ഗ്രീൻ കണ്ടോ. അതിൻ്റെ വർക്ക് കണ്ടോ, കയ്യിലെ താഴെ വരുന്ന ഭാഗത്തും വരുന്ന ഈ വർക്ക്. അതൊരു സെമി പാർട്ടി വെയർ ടച്ച് തരുന്നതാണ്. ആ ഒരു ഫുള്ള് വർക്ക് നിറച്ചും വർക്കുള്ള എംബ്രോയ്ഡറി വർക്ക് വരുമ്പോഴത്തേനും. വീനക്കാണ് കണ്ടോ, താഴെയും അങ്ങനെ തന്നെ. ഇതിനിപ്പോൾ വന്നിട്ട് ബോട്ടം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് ഈ കളറിൽ ഏത് വേണമെങ്കിലും ഇടാം. അല്ലെങ്കിൽ അതിലൊക്കെ കറക്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡും ഒരു ആപ്റ്റും ആയിട്ടുള്ള സെയിം കളർ ബോട്ടം ഇടുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഷോൾ ഇടാത്തവർക്ക് എന്തായാലും കുഴപ്പമില്ല. ഷോൾ ഇടുന്നവർക്ക് സെയിം കളർ ബോട്ടം ഇട്ടിട്ട് ഇങ്ങനെ മൾട്ടി കളർ ഷോളും കൂടി ഇടുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ പറയുന്നു. നമുക്ക് അവനവൻ്റെ ഇഷ്ടം. ഇത് ഓർഗൻസയുടെ മെറ്റീരിയലാണ്. സെയിം കണ്ട പീച്ച് കളറുള്ള ഷോളൊക്കെ നല്ലതായിരിക്കും. ഓർഗൻസ ഇത് ഇച്ചിരി ഇങ്ങനെ എന്നാ പറയുക ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണല്ലോ ആഷ് കളറിൽ ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ അതിനെടുത്ത് നിൽക്കുന്ന പീച്ച് കളറുള്ള ഷോൾ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇത് കണ്ടോ, അടിയിലിങ്ങനെ ഇതും അങ്ങനെ തന്നെ
പച്ചയുണ്ട്, ഇത് നിറച്ചും ഗ്രീൻ കളർ പോയിട്ടുണ്ട്. പക്ഷേ ഗ്രീനിനെ കഴിഞ്ഞ് എടുപ്പ് ആ പീച്ച് ഷെയ്ഡായിരിക്കും ഈ ആഷിൻ്റെ കൂടെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ ഓൺ കുർത്തീസ്. ഇത് നിങ്ങൾക്ക് ഹോൾസെയിലിന് ലഭ്യമാണ്. നമുക്ക് എന്നെ ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഡെയിലി ഏറ്റവും കുറഞ്ഞ ഒരു 3-4 മെസ്സേജ് എങ്കിലും നമുക്ക് വരും റീസെല്ലേഴ്സിൻ്റെ. അത് ഇതെല്ലാം ഹോൾസെയിലിൽ കൊടുക്കുമെന്ന്. അപ്പോൾ ഈ കുർത്തീസ് എല്ലാം ഹോൾസെയിലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെങ്കിൽ റെഡിയാക്കി തരാം. പിന്നെ ഷോപ്പിൽ നേരിട്ട് വന്ന് കോൺടാക്ട് ചെയ്താലും, തീർന്നു പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല. തീർന്നില്ലെങ്കിൽ അത് ഹോൾസെയിലിൽ എടുക്കാം. ഹോൾസെയിലിൽ എടുക്കുമ്പോൾ M2 XXL, മീഡിയം ലാർജ്, XL XXL അങ്ങനെ എടുക്കണം. നമ്മുടെ ഓൺ കുർത്തീസ് മാത്രമേ അങ്ങനെ ഹോൾസെയിലിൽ കൊടുക്കുന്നുള്ളൂ. ബെഡ്ഷീറ്റ് കാണിച്ചിട്ട് സാരി കാണിക്കാം. ഇനിയിപ്പം ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് വിഷു, ഈസ്റ്റർ, റംസാൻ എല്ലാം വരുന്നതുകൊണ്ട് ഒത്തിരി പേര് ഇങ്ങനെ എന്നാ പറയുക, ഗസ്റ്റുകളൊക്കെ ധാരാളം വരുന്ന സമയമല്ലേ. അപ്പോൾ എന്തോ ബെഡ്ഷീറ്റ് ഇടാത്തേന്ന് ഒത്തിരി പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഇങ്ങനെ വിചാരിച്ചായിരുന്നു ബെഡ്ഷീറ്റ് ഇടേണ്ട സമയം അതിക്രമിച്ചു എന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് കിട്ടണ്ടേ. ഇതാണ് ആദ്യത്തെ ബെഡ്ഷീറ്റ്. ഇതിപ്പോൾ ഡബിളും ഫാമിലിയും ഉണ്ടല്ലേ. ഇത് ഡബിള് ഉണ്ടോ, ഇതുപോലെ എല്ലാം ഞാൻ ഒരെണ്ണം ഇത് ഫുള്ള് നൂർത്തി കാണിക്കാവേ. ഇതിൻ്റെ തന്നെ ഇതുണ്ടോ, ഇങ്ങനെ ഒന്നുമില്ല, ലൈറ്റ് ഷെയ്ഡാണ്, നല്ല കൂൾ ആൻഡ് കാം. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കൊടുക്കുന്നതാണ്. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കൊടുക്കുന്നത്. ഇതിന് പറയുന്ന പേര് സാറ്റിൻ കോട്ടൺ. സാറ്റിൻ കോട്ടൺ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ആ സാറ്റിൻ എന്നുള്ള മെറ്റീരിയൽ മനസ്സിലേക്ക് വരും. സാറ്റിൻ്റെ സോഫ്റ്റ്നെസ് ഒഴികെ ബാക്കിയൊന്നും ഇതിൽ അഫക്റ്റഡ് അല്ല. സാറ്റിൻ്റെ സോഫ്റ്റ്നെസ് അറിയാമല്ലോ, നല്ല പട്ട് പോലെ അങ്ങനെയുള്ള സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും ഇതിനില്ല. ബാക്കി കോട്ടൺ തന്നെയാണ് നമ്മൾ വിരിച്ചിട്ടല്ല. കാരണം ഞാനിത് ഇത്രയും ആധികാരികമായിട്ട് പറയുന്നത്, ഇതിന് മുന്നേ ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ വീട്ടിലെല്ലാ സ്ഥലത്തും ഈ ഒരൊറ്റ ബെഡ്ഷീറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരെണ്ണം ഇഷ്ടമില്ല. അത്രയ്ക്ക് കംഫർട്ടാണ്, ഉപയോഗിക്കാനും എളുപ്പമാണ്, നമുക്ക് കിടന്നുറങ്ങുമ്പോഴും അത്ര നല്ലൊരു മെറ്റീരിയലാണിത്. ഒട്ടും ചൂടെടുക്കുകയോ ഒരു പരിവരാന്നുള്ള ഒന്നുമില്ല. നല്ല സോഫ്റ്റാണ്, നല്ല കംഫർട്ടാണ്, എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. പിന്നെ ഇതിനകത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇത് നമുക്ക് ഇങ്ങനെ റോളായിട്ട് വന്നിട്ട് കട്ട് ചെയ്തെടുക്കുന്ന. അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ നമുക്കത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് തയ്ക്കണം എന്ന് പറഞ്ഞാൽ തുന്നി എടുക്കണമെങ്കിൽ തുന്നി എടുക്കാം, തുന്നി എടുക്കുന്നില്ലെങ്കിൽ എടുക്കണ്ട. അതിനകത്ത് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ, അത് ഇടുന്നതിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു സാധനം എന്ന് പറയുന്നത്, ഇതിന് എന്നാ പറയുന്നത്, തേരെന്നാണ് പറയുന്നത് കേട്ടോ. ഇതിങ്ങനെ ഊർന്നു പോകുന്നതല്ല. ഇതിപ്പോൾ ഈ ഭാഗം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരുന്നാലും എങ്ങും ഇങ്ങനെ തന്നെ ഇരിക്കും. വാഷ് ചെയ്യുമ്പോഴൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തേത്. പിന്നെ അതിൻ്റെ തന്നെ ഫാമിലി കോട്ടും ഉണ്ട്. ഇപ്പോൾ ആദ്യം കാണിച്ച ഡബിൾ കോട്ട്, ഇത് ഫാമിലി കോട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് മെൻഷൻ ചെയ്യുമല്ലേ. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ഫാമിലി കോട്ടിനാണെങ്കിൽ ഫാമിലി കോട്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം. FC എന്ന് കാണിച്ചാൽ ഫാമിലി കോട്ട്, DC എന്ന് കാണിച്ചാൽ ഡബിൾ കോട്ട്, SC സിംഗിൾ കോട്ട്, SC ആണെങ്കിൽ സിംഗിൾ കോട്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണേ. DC ആണ് വേണ്ടതെങ്കിൽ DCയുടെ അല്ലാതെ FCയുടെ സ്ക്രീൻഷോട്ട് എടുത്താൽ നമ്മൾ FC അയച്ചു തന്നിരിക്കും. കാരണം അത് നോക്കി തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ, അത് മറക്കല്ലേ. വിലയും അതിൽ തന്നെ ഉണ്ട്, അത്രയും കൂട്ടി സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഇതിനിപ്പോൾ ഫാമിലി കോട്ടും ഉണ്ട്, ഡബിൾ കോട്ടും ഉണ്ട്, 2 സൈസ് ഉണ്ട്. ഇനി ഇത് വേറെണ്ണം, ഇതിപ്പോൾ വന്നിട്ട് ഡബിൾ കോട്ടും ഉണ്ട്, ഫാമിലി കോട്ടും ഉണ്ട്. സെയിം ഡബിൾ കോട്ടും ഉണ്ട്, ഫാമിലി കോട്ടും ഉണ്ട്. മെറ്റീരിയൽ എല്ലാം സെയിം, നിങ്ങൾ ഡിസൈൻ മാത്രം നോക്കിയാൽ മതി. ഫാമിലി കോട്ട് എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ, അത്യാവശ്യം നല്ല വലിയ ബെഡ് വിരിക്കുന്നതാണ്. ഇതിപ്പം ഡബിൾ കോട്ടാണേലും ഡബിൾ കോട്ട് നല്ല എന്താ പറയുന്നത്, ബെഡിന് ഇങ്ങനെ കൃത്യം അറ്റപ്പറ്റയൊന്നുമല്ല, നല്ല കവിഞ്ഞ് കിടക്കുന്ന രീതിക്കുള്ള അതിൻ്റെ മെഷർമെൻറ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ഗ്രേ ഷെയ്ഡിൽ കൂടെ ഇങ്ങനെ നല്ല ലീഫിൻ്റെ ഡിസൈൻ ഉള്ളത്. ഈ ബെഡ്ഷീറ്റിനകത്ത് ഒരു ഗുണം ഞാൻ വെറുതെ SP അടിക്കുമല്ലോ കേട്ടോ. ഞാൻ ഭയങ്കര ഗൗരവത്തിലല്ല സംസാരിക്കുന്നത് അല്ലേ, എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഓരോന്ന് കാണുമല്ലോ. എന്താ പറയുക, ഇതില്ലേ എന്നെ പറയാൻ വന്നു ഷോ എന്നതാണോ എന്നേലും പോട്ടെ.
ഇതിപ്പോൾ ഗ്രേ ഷെയ്ഡേ കൂടെ ഇങ്ങനെ ഒരു ഡിസൈൻ പോകുന്ന ഒരു ഇത് പറയാൻ വന്ന എന്നെ മറന്നുപോയല്ലോ. പിന്നെ അതിൻ്റെ തന്നെ ഫാമിലി കോട്ടും ഉണ്ട്. കണ്ടോ, സെയിം ആണ്. ഒന്ന് ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരെണ്ണം കാണിച്ചാൽ മതി, എന്നിട്ട് ഇതിൻ്റെ ഫാമിലി കോട്ടും ഡബിൾ കോട്ടും ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഈ സ്ക്രീനിൽ അത് എടുക്കേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. FCക്ക് FCന്നും DC-ക്ക് DC-ന്നും തന്നെ ടൈപ്പ് ചെയ്ത് മുകളിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ അയക്കണം കേട്ടോ. എനിക്ക് പറയാൻ വന്നത് മറന്നു പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനിവിടെ കുറച്ച് വഴക്ക് പറഞ്ഞു, അതിന് മുഖം വീർപ്പിച്ച് നിൽക്കട്ടല്ലേ, അവിടെ നിൽക്കുള്ളൂ കേട്ടോ, ഞാനൊന്നും പറയാൻ വരത്തില്ലേ. ഇത് വന്നിട്ട് നല്ല ഡാർക്ക് ആഷ് കളർ, അതിൽ കൂടെ വൈറ്റ്, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എല്ലാം നല്ല ഉപയോഗിക്കാനൊന്നും ഒരു പാടുമില്ല. അടുത്ത് വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് വാഷ് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ഒരു ക്വാളിറ്റിക്ക് കുറവും വരത്തില്ല, എത്ര നാൾ കിടന്നാലും വരത്തില്ല, നല്ല സുഖമാണ്. അതാണ് എനിക്ക് പറയാം. ഞാൻ ഇതിനകത്ത് കണ്ടേക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇത് ചെയ്ത് തരാം, സ്റ്റിച്ച് ചെയ്ത് തരാം. പിന്നെ അതും കൂടെ വലിയ മെനകേടാവും, പിന്നെ അതിൻ്റെ പൈസ കൂടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ഇതിപ്പോൾ എന്നതാവുള്ള ഫാമിലി ഡബിൾ, ഇത് ഡബിളും ഉണ്ട്, ഇത് തന്നെ ഫാമിലി കോട്ടും ഉണ്ട്. കണ്ടോ, സെയിം ആണ്. ഞാൻ ഓരോന്നും നൂർത്ത് കാണിക്കുന്നില്ല. ഡബിള് ഒന്ന് ഫാമിലി കോട്ട്. ഞാൻ പറയാൻ വന്നത് എന്നാണെന്ന് മറന്നുപോയി, അതും കൂടെ ഇത് സിംഗിൾ മാത്രമേ ഉള്ളത്. ഇത് മറ്റേതിന് രണ്ടിന് സിംഗിൾ ഇല്ലല്ലോ, അപ്പോൾ ഇതിന് സിംഗിൾ മാത്രം ഉള്ളത്. ഇത് ഇച്ചിരിയും കൂടെ മറ്റേതിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ ഒരു പൊടിക്ക് ക്വാളിറ്റി കൂടിയതാണോ അതോ ആണോ എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. ഡിസൈൻ കാണിക്കാം, കണ്ടോ, ഇതാണ് ഡിസൈൻ. എല്ലാം ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ, നല്ല നല്ല ലൈറ്റ് ഷെയ്ഡ്. ഇതിപ്പോൾ സിംഗിൾ എന്ന് പറഞ്ഞാലും അല്ലേ, നല്ല ഡബിളിൻ്റെ അത്രയും ഉണ്ട് ലെങ്ത്തും വിട്ടും. ഒരു ലൈറ്റ് യെല്ലോ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ബോർഡർ പോലെ ഒരു ഡിസൈൻ. ഇതാണിത് ഒന്നാമത്തേത്. ബെഡ്ഷീറ്റിന് കുറച്ചൊരു പൊടിക്ക് ഷിപ്പിംഗ് ചാർജ് കൂടുതലാണ് കേട്ടോ, കാരണം വെയിറ്റിനനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് എടുക്കുന്നത്, നമ്മളല്ല ഷിപ്പിംഗ് ചാർജ് മേടിക്കുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ വെയിറ്റ് കൂടുതലാണല്ലോ ബെഡ്ഷീറ്റിൻ്റെ മെറ്റീരിയൽ ആകുമ്പോഴേ. അടുത്തത് ഇത് നല്ലൊരു കളറാണ് കേട്ടോ, എനിക്കിതിൻ്റെ കളറൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. ഈ സൈഡിലത്തെ ഡിസൈനൊക്കെ കണ്ടോ, നല്ല എന്നാ ബെഡ്ഷീറ്റാന്ന് പറഞ്ഞാലും നമ്മളത് അല്ലേ, അതിൻ്റെ എല്ലാത്തിനും നമ്മളൊരു ഭംഗി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ഭംഗി, ഒരു വൃത്തി. വിരിച്ചിട്ടിരിക്കുന്ന കണ്ടാലൊരിത്. പിന്നെ പിള്ളേരൊക്കെ ഓടി വന്നിപ്പോൾ ഇനിയിപ്പോൾ അവധിക്കാലമൊക്കെ അല്ലേ, ഓടി വന്ന് അങ്ങോട്ട് ചാടി കയറി കഴിഞ്ഞാൽ അന്നേരം ചുളുങ്ങി കിടക്കുന്നതിന് അമ്മമാർക്ക് പിന്നെയും പുറകെ ഓടിച്ചെന്ന് വീണ്ടും അത് വിരിച്ചിടണം, അങ്ങനെയൊന്നും വരില്ല, അത് അവിടെ തന്നെ കിടന്നോളൂ. അങ്ങനത്തെ ബെഡ്ഷീറ്റിന് മെറ്റീരിയലാട്ടോ ഇത്. അടുത്ത ഇതെല്ലാം സിംഗിൾ മാത്രമേ ഉള്ളൂ. SC എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും മുകളിൽ, അതെല്ലാം സിംഗിൾ കോട്ട്. എന്നിട്ട് വീഡിയോ ഒത്തിരി ലെങ്തി ആവുമെന്നൊരു തോന്നലുണ്ട്. ഇപ്പം മൊത്തം നോക്കേണ്ടി വരുന്നത് എന്നാന്നറിയാം, ആ ഒരു ഡിസൈൻ കാണിക്കേണ്ടിയിട്ട് ഇങ്ങനെ ബോക്സ് പോലെ വന്നിട്ടുള്ള ഡിസൈൻ. ഇത് സൈഡ് മാത്രം ലൈറ്റ് ഷെയ്ഡ് ഇതുണ്ട്, ചുറ്റോട് ചുറ്റും ലൈറ്റ് ഷെയ്ഡ്, നടുക്ക് ഡാർക്ക് ബ്ലൂ. അതും എല്ലാം മെറ്റീരിയൽ സെയിമാണ്. ഇതിനൊരു ഇച്ചിരി ഒരു പൊടിക്കൊരു ഇച്ചിരി കൂടി ഒരു ക്വാളിറ്റി കൂടിയ മെറ്റീരിയലാണ്. നല്ല ഡിസൈൻസ് അല്ലേ. ഞാനും ഇതെല്ലാം ഒന്നും കണ്ടില്ലായിരുന്നു കേട്ടോ, ഞാനും ഇപ്പം തന്നെയാണ് കാണുന്നത്. കണ്ടോ, നമ്മൾ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഇത് മേടിക്കുമ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് ഒന്ന് ശ്രദ്ധിച്ചോണം. അതിലും ക്വാളിറ്റിയുള്ള, സത്യം പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് പറയാം, അതിലും ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇതിനൊന്നും ആരും ഒരു ബെഡ്ഷീറ്റിൻ്റെ ഈ നേരം വരെ ഒരാൾ പോലും ഒരു പരാതി പറഞ്ഞിട്ടില്ല. പിന്നെ ആ സൈഡിലെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിലോ, ഇതിനൊന്നും പില്ലോ കവർ ഇല്ല കേട്ടോ. എൻ്റെ പൊന്നെ, ഞാനത് പറയാൻ മറന്നു. എനിക്കാകെ ഓർമ്മ വരുന്നത് ബെഡ്ഷീറ്റെന്ന് ഓർമ്മ വരുമ്പോൾ ഒരേ ഒരു കാര്യമാണ്, പില്ലോ കവർ ഞാനുണ്ടെന്ന് പറഞ്ഞു ഒരു ചേച്ചി. ഇതാ അടുത്തത് ഡിസൈൻ എല്ലാം നിങ്ങൾ നോക്ക്, എന്നെ അടിപൊളി ഡിസൈൻസാണ്. ആ സൈഡും കൂടി അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് അങ്ങോട്ട് ഇടുവാണെങ്കിൽ ഡബിൾ സൂപ്പർ. ഇപ്പം സൂപ്പറിന് കുറവൊന്നുമില്ല,
അല്ലെങ്കിൽ നല്ല. ഇനി സാരി കാണാത്തതിൻ്റെ ഒരു വിഷമം ആർക്കും വേണ്ട, എനിക്കും വേണ്ട. എനിക്കും സാരി കാണിച്ചില്ലെങ്കിൽ ഇപ്പം എന്തോ പോലാന്നേ, ഒരു സുഖമില്ല. നമുക്ക് നെറ്റ് കോട്ടാടെ ഒരു സാരി, ഒരു സെറ്റ് നെറ്റ് കോട്ട സാരി കണ്ടോ, ഡിസൈൻ കണ്ടോ, മാംഗോ ഡിസൈൻ. നല്ല എല്ലാം ലൈറ്റ് ഷെയ്ഡാണേ. ലൈറ്റ് ഷെയ്ഡുകാർക്ക് എല്ലാം സന്തോഷമായിക്കോട്ടെ. ഈ നെറ്റ് കോട്ട എന്ന് പറയുന്ന സാധനം ഉടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതല്ലേ എന്നാ രസമല്ലേ. കോട്ടയ്ക്ക് ഭയങ്കര ഗമാറ്റി. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി സൈഡിലോട്ടൊക്കെ പ്രത്യേകിച്ചും നെറ്റ് കോട്ടയ്ക്ക് ഭയങ്കര ഡിമാൻഡ്. ഇതിനിപ്പം മുന്താണി അങ്ങനൊന്നുമില്ല, ഞാൻ ഒരെണ്ണം അങ്ങ് നൂർക്കാം. ബ്ലൗസ് പ്ലെയിനാണ്, ഉണ്ട് വിത്ത് ബ്ലൗസ് ഉണ്ട്, പ്ലെയിനാണ്. ഇത് കണ്ടോ, ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടുള്ള വിത്ത് ബ്ലൗസ്. നെറ്റ് കോട്ട ഭയങ്കര റേറ്റ് വരെയും വരുന്നതല്ല, പല എന്തുണ്ട്. ഇതിപ്പോൾ ഭയങ്കര റേറ്റൊന്നുമില്ല, ഒരു ന്യായമായിട്ടുള്ള റേറ്റ്. നെറ്റ് കോട്ടയുടെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര റേറ്റില്ല. അതിങ്ങനെ അതിൻ്റെ ഒരു പടം ഞാൻ കാണിക്കാം, എല്ലാത്തിലും ഈ ഒരു പടം, അതിൻ്റെ ഡിസൈൻ എങ്ങനെ വരുമെന്ന് കാണിക്കാം. ഇതുണ്ട് തോളത്ത് മാത്രം, തോളത്തും ഇത് കാണത്തില്ല ഈ മഞ്ഞയല്ലേ. താഴ്ഭാഗത്ത് ഇങ്ങനെ നമുക്ക് ചുറ്റും, നമുക്ക് പുറമേ കാണാവുന്നിടത്ത് ചുറ്റും ഈ ഒരു ഡിസൈൻ വരും. പിന്നെ ഇത്രയും ഭാഗത്തില്ലേ തുമ്പ് താഴെ വരെ ആ ഡിസൈൻ വരും. അങ്ങനെയാണ് ഈ പടം സൂചിപ്പിക്കുന്നത്. ബ്ലൗസ് പ്ലെയിൻ നെറ്റ് കോട്ട. ഇതിപ്പോൾ ലാവണ്ടർ ഷെയ്ഡ് കേട്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. ട്രാൻസ്പെറൻസി കാണിച്ചു തരാം. ഈ വർക്ക് ഉള്ളതുകൊണ്ട് വലിയ ട്രാൻസ്പെറൻ്റ് ആണെന്ന് തോന്നില്ല. നെറ്റ് കോട്ടയുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും നല്ല ഗമാൽറ്റി ഉള്ള മെറ്റീരിയൽ. എൻ്റെ വാക്കാണെന്നാണ് പറയുന്നത്, ഗമാൽറ്റി. അങ്ങനൊരു ബാക്കി ഡിക്ഷണറിയിൽ ഇല്ലെന്നാണ് ചിലരൊക്കെ പറയുന്നത്. ഉണ്ടോ ഉണ്ടോ പറയാവോ? കൂടുവേല കൂടത്തില്ലേ? എന്നാ പോ. എനിക്കെന്തിൻ്റെ കേടാ കൂട്ടിറങ്ങിയിട്ടിപ്പോൾ. അതെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ചോദിക്കില്ല കൂട്ടുകൂടാവും, കല്ലുപെൻസിൽ മേടിച്ചാൽ ഒക്കെ പറയുന്നത്. കൂട്ടുകൂടിയാൽ ഞാൻ ഒന്നും മേടിച്ചു തരത്തില്ല കൂട്ടുകൂടാൻ വേണ്ടി. ഇതാ മാംഗോ പ്രിൻ്റ്, നല്ല പീച്ച് ഷെയ്ഡ്. ഞാനിനി ഓരോന്നും ഇങ്ങനെ നൂർത്ത് കാണിക്കേണ്ട കാര്യമില്ല, ഒന്നുമില്ല, ഇങ്ങനെ തന്നെയാണ്. കളർ ഡിഫറൻസ് മാത്രം നോക്കിയാൽ മതി. ഡിസൈൻ കാണത്തില്ലേ? ഒന്നും ഇങ്ങോട്ട് അടുപ്പിച്ചുകൊണ്ട് വന്നേ. ചിലത് അങ്ങനെയാണ്, എന്തേലും സൂം ചെയ്താൽ പോലും ഡിസൈൻ നല്ല മാംഗോ പ്രിൻ്റ് ആട്ടോ. ഇതിനെങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല, അത്രയ്ക്ക് നല്ല ഭംഗിയാണ്. താഴ്ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും, ഇത് കണ്ടോ, താഴ്ഭാഗത്ത് മേളിൽ ഇങ്ങനെ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ട്. നല്ല കളറും നല്ല പേസ്റ്റൽ ചാർട്ടും പിസ്ത ഗ്രീൻ. അതിങ്ങനെ പൊട്ടിച്ച് കാണിക്കാം. കണ്ടോ, ഇപ്പോൾ കാണാമോ? കുറച്ച് തരും. എല്ലാവരുടെയും ഫേവറേറ്റ് മസ്റ്റാർഡ് യെല്ലോ. നോക്കിയാൽ എന്നാ രസമാണ് ആ ഡിസൈന്. വെറൈറ്റി അല്ലേ, അടിപൊളിയല്ലേ. ക്രിസ്മസ് ഒക്കെ അല്ല, എനിക്കെപ്പോഴും ക്രിസ്മസാണ്, എനിക്കെപ്പോഴും ഈശോയുടെ ജനനമാണ് വിചാരം. എന്നാ ഈസ്റ്ററും ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് കല്യാണങ്ങളുടെയൊക്കെ പേട്ടയല്ലേ. ഒരു 15-ാം തീയതി കഴിയുമ്പോൾ വിഷുവും കഴിയും. വിഷുവിന് പിന്നെ നോയമ്പില്ല അല്ലേ, അങ്ങനെയില്ല, മാസം നോക്കിയിട്ടുള്ള കല്യാണമുള്ളൂ. പെരുന്നാൾ വരും, പെരുന്നാളിൻ്റെ നോയമ്പ് കഴിയും, എല്ലാം കഴിയുമ്പോൾ അങ്ങോട്ട് ആഘോഷങ്ങളല്ലേ. പിന്നെ പിള്ളേർക്കെല്ലാം സ്കൂൾ അടച്ചു, ഇനി അങ്ങോട്ട് സന്തോഷത്തിൻ്റെ സമയമല്ലേ. ആനന്ദിച്ച് സന്തോഷിക്കുക. അതിന് എന്തെങ്കിലുമൊക്കെ വീടുകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്നാ പറയുന്നത്, ഓരോ വീടിൻ്റെ സാഹചര്യങ്ങൾ ഓരോന്നല്ലേ, അതിനനുസരിച്ച് എന്തെങ്കിലും ദുഃഖങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ അതിൽ നിന്ന് വിടുതലുണ്ടാവട്ടെ, മുക്തി ഉണ്ടാവട്ടെ. എന്നും നമുക്ക് ജീവിതത്തിൽ വിഷമിച്ച് സങ്കടപ്പെട്ട് മാത്രം ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.